നല്ലവരായ നാട്ടുകാരെ, ജനാധിപത്യ മതേതര വിശ്വാസികൾ, ഞാൻ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം എന്ന നിലയ്ക്കല്ല യഥാർത്ഥത്തിൽ ഈ പരിപാടിയിൽ ഓങ്ങല്ലൂരിൽ ഉള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി ധാരാളം പരിപാടികളിൽ പാർട്ടിയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റായിട്ടും പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലക്കുമൊക്കെ ഇവിടെ പങ്കെടുക്കുകയും ഓങ്ങല്ലൂരിലെ പ്രത്യേകിച്ച് പാറപ്പുറം, കാരക്കാട്, ചേരിക്കല്ല്, കൊണ്ടൂർക്കര പ്രദേശങ്ങളിലെ ജനങ്ങൾ SDPIക്ക് നൽകുന്ന പിന്തുണയിൽ വളരെയേറെ സന്തോഷവും ആത്മനിർവൃതിയും ഉള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ പ്രദേശത്തെ ആളുകളോട് നിരന്തരമായി സംവദിക്കുന്നത് വലിയ ഒരു സന്തോഷമായി, വലിയൊരു അംഗീകാരമായി പലപ്പോഴും ഞാൻ കണക്കാക്കാറുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് ചേരിക്കല്ല് വളരെ പ്രൗഢമായ 2 തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഞാനും പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ധാരാളം ആശങ്കകൾ സ്വാഭാവികമായി ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. കാരണം 5 വർഷം മുമ്പ് SDPI ജയിക്കുമോ എന്ന് പോലും ആളുകൾ ചിന്തിച്ചിരുന്ന ഒരു സമയമായിരുന്നു. എങ്ങനെയാണ് SDPIക്ക് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുക എന്നൊക്കെ ആളുകൾ ചിന്തിച്ചിരുന്നു. കാരണം പാലക്കാട് ജില്ലയിൽ തന്നെ 2 മെമ്പർമാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം SDPIയെ ഓങ്ങല്ലൂരിലെ ജനങ്ങൾ ഹൃദയത്തിലേറ്റി ഇതിന്റെ പ്രതിഫലനമാണ് നമ്മൾ കണ്ടത്. പാർട്ടിക്ക് നിരനിരയായി 3 വാർഡ് മെമ്പർമാരെ ഈ നാട്ടിലെ ജനങ്ങൾ സമ്മാനിച്ചു. അത് യഥാർത്ഥത്തിൽ കേവലമായ SDPIയുടെ രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും സാധ്യമാകുന്ന രീതിയിൽ ആത്മാർത്ഥമായി സവാദ് ഇവിടെ പറഞ്ഞതുപോലെ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകളിൽ യാതൊരു തിരിമറിയും നടത്താതെ നിലവിലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാമൂലുകൾ, കമ്മീഷനുകൾ അടിക്കുന്ന സ്വഭാവമൊന്നുമില്ലാതെ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ ഫണ്ടുകളും നമ്മുടെ വാർഡിലെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന വളരെ വലിയ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി യാതൊരു കുറവും കൂടാതെ പാർട്ടി പ്രവർത്തകരുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണത്തോടു കൂടി ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ചെയ്തു കൊടുത്തു എന്നതിൻ്റെ ഫലമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 5 വർഷത്തെ പാർട്ടിയുടെ പ്രതിനിധികൾ ഇവിടെ നടത്തിയതിൻ്റെ ഒരു പ്രതിഫലനം എന്ന നിലയ്ക്ക് ഇവിടെ ഈ എൻ്റെ മുമ്പിൽ കഴിച്ചുകൂടിയിരിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ SDPIക്ക് ഇപ്രാവശ്യം പ്രത്യേകിച്ച് യാതൊരു ആശങ്കയുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ജയിക്കുമെന്നുള്ള ആളുകളെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്നുള്ള ചില അല്പം ഉള്ള ചില പ്രയാസങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ 5 വർഷത്തിന് ശേഷം ഞങ്ങൾക്കൊരു അവസരം കിട്ടിയ അവസരം യഥാർത്ഥത്തിൽ SDPIയുടെ ജനപ്രതിനിധികൾ ഫലപ്രദമായി ഉപയോഗിച്ചു. ധാരാളം മീറ്റിങ്ങുകൾ ഞാനിവിടെ ഈ അടുത്ത കാലത്തായിട്ട് പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് വരെ 3 വർഷക്കാലം ജയിലിലായിരുന്നുവെങ്കിലും ജയിലിലാകുന്നതിന്റെ മുമ്പ് 2 വർഷക്കാലം പല മീറ്റിങ്ങുകളിലും ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ പങ്കെടുത്തിരുന്നു. ഇവിടെയുള്ള ഓരോ വാർഡ് മെമ്പറും നമുക്കറിയാം 124 മെമ്പർമാർ നമ്മുടെ ഓങ്ങല്ലൂർ പഞ്ചായത്തിലുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ആ മെമ്പർമാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പൂർണ്ണമായും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട 3 മെമ്പർമാരെ കിട്ടിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലായിരുന്നു. ഇപ്പോ ഞാൻ നമ്മുടെ ഷാജി മത്സരിച്ച പഴഞ്ചേരി വാർഡിൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ചെറിയ വോട്ടിനാണ് SDPI പരാജയപ്പെട്ടത്. ആ നാട്ടിലെ ജനങ്ങൾക്ക് അതിന് ശേഷം പലരും വ്യക്തിപരമായും പാർട്ടിയുടെ നേതാക്കന്മാരോടും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ജയിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് ജയിക്കാൻ ഈ 3 വാർഡ് മെമ്പർമാർ ഇവിടെ ജയിച്ചപ്പോഴാണ് നിങ്ങൾക്കും ഇവിടെ ജയിക്കാൻ കഴിയുമായിരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളോട് അനുഭവമുള്ള ആളുകൾ, പാർട്ടി ജയിക്കുമെന്നുള്ള ചെറിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഷെയർ ചെയ്തിരുന്നു. പഴഞ്ചേരി വാർഡിന്റെ കാര്യത്തിൽ ഇപ്രാവശ്യം ഞങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല. അനില അശോകന് വമ്പിച്ച ഭൂരിപക്ഷത്തോടും കൂടി. കാരണം അത്ര വളരെ റിലാക്സ് ആയിട്ടാണ് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിന് SDPIയുടെ നേതൃത്വം ഓങ്ങല്ലൂരിൽ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. കാരണം അത് കേവലം ഞങ്ങളുടെ ഒരു ആത്മവിശ്വാസ പ്രകടനമൊന്നുമല്ല. അപ്പോൾ അടുത്ത് ഞങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് മുഹമ്മദിക്ക് താല്പര്യം കൂടിയിട്ട് കുറച്ച് ആളുകളെ ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് യൂസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ
പിന്നെ പയഞ്ചേരി വാർഡിൽ വന്നിരുന്നു. ഇപ്പോൾ പയഞ്ചേരി വാർഡിന്റെ ഭാഗമല്ലാത്ത പ്രദേശം, കഴിഞ്ഞ പ്രാവശ്യം പയഞ്ചേരി വാർഡിന്റെ ഭാഗമായിരുന്നു. അവിടെയുള്ള റോഡുകളുടെ അവസ്ഥ ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ മനസ്സിലായി. യാത്ര ചെയ്യാൻ പോലും കഴിയാതെ ഗട്ടർ നിറഞ്ഞ് വളരെ ഇടുങ്ങിയ റോഡുകൾ, അതൊന്ന് കുറച്ചുകൂടി വിശാലമാക്കി അതിന് ഫണ്ടനുവദിച്ച് എന്തൊക്കെയോ അവിടെ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ പരാജയപ്പെട്ടത് കാരണം ഞങ്ങൾക്കത് കണ്ടപ്പോൾ സങ്കടം തോന്നി. ഈ 3 വാർഡിൽ നമ്മൾ നാട്ടുകാരാണ്. ചേരിക്കല്ല് മുതൽ പാറപ്പുറം വരെ 3 വാർഡുകളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം മറ്റു വാർഡുകളിലേക്ക് എല്ലാ മെമ്പർമാരും വളരെ മോശമാണെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. പക്ഷെ മറ്റു വാർഡുകളിലേക്ക് കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും SDPIയുടെ വാർഡുകൾ എത്രത്തോളം വികസനങ്ങൾ നടന്നിരിക്കുന്നു, എത്രത്തോളം വ്യക്തിഗത ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു, എത്രത്തോളം ഈ നാടിന് വേണ്ടി വാർഡ് മെമ്പർമാരും പാർട്ടി പ്രവർത്തകരും ആത്മാർത്ഥമായി പണിയെടുത്തിരിക്കുന്നു എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഓങ്ങല്ലൂരിലെ പാർട്ടിയുടെ പ്രതിനിധികള് വാർഡ് മെമ്പർമാർ നടത്തിയ വികസനത്തെക്കുറിച്ച് ജനങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ബ്ലോക്ക് സ്ഥാനാർത്ഥിയായിട്ട് സാദിഖ് മത്സരിക്കുകയാണ്. ഞാൻ 2020 നമ്മുടെ കൊറോണ വളരെ രൂക്ഷമായി നാട്ടിലുണ്ടായിരുന്ന സമയത്ത് സാദിഖിന്റെ ഒരു ഫോട്ടോ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. സാദിഖ് ഒരു ചക്ക കയ്യിൽ പിടിച്ച് കാരക്കാട് അത് ജനങ്ങൾക്ക് കഷ്ണമാക്കി വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ആ സമയത്ത് പ്രയാസം വിഷമവും വെറുതെ വീട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരു ആസ്വാദനം നൽകുന്ന ഒരു ചക്ക കഷ്ടം വെട്ടി കൊടുക്കാൻ പോലും അന്ന് സാധിക്കുക ഇതുപോലെ ഇങ്ങനെ വെള്ളം കൊള്ളിട്ട് ഇത്ര ജനകീയനൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഏറ്റവും താഴെ നിന്ന് ജനങ്ങളെ സേവിച്ച് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ ചെറിയ സന്തോഷങ്ങളിലും അവരുടെ ദുഃഖങ്ങളിലുമൊക്കെ ചേർന്നുകൊണ്ടാണ് ഇന്ന് സാദിഖ് മമ്മുള്ളി ഇവിടെ ബ്ലോക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ പാറപ്പുറം വാർഡ് പലപ്പോഴും ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. നഷിജയെ കുറിച്ച് ഇവിടെ ഇരുന്ന വാർഡ് മെമ്പറെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ലീഗുകാരനോ കോൺഗ്രസ്സുകാരനോ CPMകാരനോ നഷിജയുടെ ഭരണം മോശമായിരുന്നു എന്ന് പറയുമെന്ന്. അങ്ങനെ പറയാൻ സാധ്യതയുണ്ടോ? ഒരു സാധ്യതയില്ല. കാരണം അത് നമ്മൾ പബ്ലിക്കിൽ വെറുതെ പ്രസംഗിച്ചിട്ട് കാര്യമില്ലല്ലോ. ഒരു അഭിപ്രായ വ്യത്യാസം ആ വാർഡ് മെമ്പറെ കുറിച്ചുണ്ടാവില്ല. ഒരു സഹോദരിയാണ്. കഴിഞ്ഞ ഒരു പ്രാവശ്യം പരാജയപ്പെട്ടതായിരുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ജനങ്ങൾ തീരുമാനിച്ചു നഷിജയെ വിജയിപ്പിക്കണമെന്ന്. നഷിജയെ വിജയിപ്പിച്ചു. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കപ്പുറം ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളുടെ കൂടെയും നഷിജയുണ്ടായി. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തി. ബാക്കി നിൽക്കുന്നത് അടിയന്തരമായിട്ട് തീർക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. അങ്ങനെ ഒരു ജനകീയ സാരഥിയായി നഷിജ ഇവിടെ ജനങ്ങൾക്ക് മുമ്പിൽ പ്രവർത്തിച്ച് ജനകീയ വാർഡ് മെമ്പറായിട്ട് മാറി. ഇപ്പൊ തൊട്ടടുത്ത് കൊള്ളിപ്പുറം വാർഡിൽ നഷിജ മത്സരിക്കുകയാണ്. കാരണം വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടി ആത്മവിശ്വാസത്തോടു കൂടി ഞങ്ങൾക്ക് വലിയ സ്വാധീനമൊന്നും അവകാശപ്പെടാനില്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ മത്സരിക്കുകയാണ്. കാരണം അവിടെ ജനങ്ങൾ ഞങ്ങളെ സ്വീകരിക്കുന്ന അറിയാം. കാരണം ഒരു ബ്ലൂ പ്രിന്റ് ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഇവിടെ നഷിജ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു പ്രിന്റ് ഞങ്ങളുടെ മുമ്പിലുണ്ട്. അത് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചാൽ തന്നെ ജനങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഏറ്റെടുക്കുമെന്ന് ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അസീന ടീച്ചറും റജീനയും ഒക്കെ. റജീന ഇവിടെ ഇരിക്കുന്ന റജീന പ്രാവശ്യം സ്ഥാനാർത്ഥിയാണ്, മുത്താണിനാട് സ്ഥാനാർത്ഥിയാണ്. റജീനയെ കുറിച്ച് ആ നാട്ടിലെ ആളുകളോട് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അവർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്. അവർക്കുള്ള അംഗീകാരമാണ് പാർട്ടി അവരെ വീണ്ടും മത്സരിപ്പിക്കുവാനും വീണ്ടും വിജയിപ്പിക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നാട്ടിലെ ജനങ്ങൾക്ക് യാതൊരു ആശങ്കയുടെയും അടിസ്ഥാനമില്ലാത്ത വിധം ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ മറ്റു പഞ്ചായത്തുകളിൽ നിന്നും വ്യത്യസ്തമായി തന്നെ ഓങ്ങല്ലൂർ പഞ്ചായത്തിനെ വികസന മാതൃകയുള്ള പഞ്ചായത്തായി പാലക്കാട് ജില്ലയിൽ തന്നെ മാതൃകാ പഞ്ചായത്തായി മാറ്റുക എന്നുള്ളതാണ് SDPയുടെ ലക്ഷ്യം. ഒരു മാതൃകാ പഞ്ചായത്തായി നമ്മുടെ പഞ്ചായത്ത് മാറേണ്ടതുണ്ട്. അതെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം SDPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് കുറെ താല്പര്യങ്ങളുണ്ട്. താല്പര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഭൗതിക താല്പര്യമല്ല. SDP എന്നൊരു പാർട്ടി എന്ന നിലയ്ക്ക് ഞങ്ങൾ കഴിഞ്ഞ 10-17 വർഷക്കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയാണ്. നിലവിലുള്ള സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മെല്ലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം
ഞങ്ങളെ ഇന്നലെ വന്ന് ഈ ആം ആദ്മി പാർട്ടിയൊക്കെ വന്നതുപോലെ ഒരു പ്രത്യേക വിഷയം മാത്രം ഉന്നയിച്ച് ഇന്നലെ വന്ന് ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഭൗതികമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി നാളെ അവസാനിപ്പിച്ച് കൊടിയൊക്കെ വലിച്ചെറിഞ്ഞ് വീട്ടിലിരിക്കാൻ തീരുമാനിച്ചവരല്ല SDP എന്ന് പറയുന്ന ഈ പാർട്ടിയുടെ പ്രവർത്തകരും. മറിച്ച് ഞങ്ങൾക്കൊരു ലക്ഷ്യം ഇന്ത്യ രാജ്യത്തുണ്ട്. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ്. ആ യാത്രയുടെ അടിസ്ഥാനമാണ് ഞങ്ങളുടെ പഞ്ചായത്ത്, ഞങ്ങളുടെ വാർഡുകളും എന്ന് പറയുന്നത്. അതുകൊണ്ട് പാർട്ടി സ്ഥാനാർത്ഥികൾ വിജയിച്ചാൽ ആ വിജയിച്ച സ്ഥാനാർത്ഥികളെ, ആ വിജയിച്ച മെമ്പർമാരെ കൃത്യമായി മോണിറ്റർ ചെയ്യുകയും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അവർക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണ നൽകുകയും പഞ്ചായത്തിൽ നിന്നും ബ്ലോക്കിൽ നിന്നും ഉൾപ്പെടെ ലഭിക്കുന്ന ഫണ്ടുകൾക്ക് പുറമെ ആ നാട്ടിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് ആവശ്യമെങ്കിൽ ജനകീയമായ ഫണ്ട് ശേഖരിച്ച് ഈ പഞ്ചായത്തുകളും ഈ വാർഡുകളും ഈ ബ്ലോക്കുകളും നിലനിർത്തുകയും അതിനെ തുടർച്ചയായി വിജയം സാധ്യമാക്കുകയും അങ്ങനെ മെല്ലെ മെല്ലെ വാർഡുകളിൽ നിന്ന് പഞ്ചായത്തിലേക്കും പഞ്ചായത്തിൽ നിന്ന് നിയമസഭയിലേക്കും നിയമസഭയിൽ നിന്ന് ലോകസഭയിലേക്കും ഇന്ത്യയുടെ രാഷ്ട്രീയ ഗതി നിർണയിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി SDP മാറുകയും സംഘപരിവാർ നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന ഭീഷണിയെ ജനകീയമായി ചെറുക്കുകയും ഇന്ത്യയിലെ രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു രാജ്യം, ഭരണഘടനയുടെ തത്വങ്ങൾ കൃത്യമായി പ്രതിഫലിക്കുന്ന മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരില്, ഭാഷയുടെ പേരില്, വംശത്തിന്റെ പേരില് കലാപമുണ്ടാവാത്ത ഒരു സുന്ദരമായ ഒരു രാജ്യവും ഈ കന്യാകുമാരിയിൽ നിന്നും കാശ്മീർ വരെ ഉണ്ടാകണമെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള അജണ്ടയുടെ ഭാഗമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ക്രമപ്രവൃത്തമായ വളർച്ച ഉണ്ടാകുന്നത്. ക്രമപ്രവൃത്തമായ വളർച്ച. മെല്ലെ മെല്ലെ ഞങ്ങള് മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം എന്നാണ് ഞങ്ങളുടെ പോളിസി. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച് അവർക്ക് സാധിക്കാത്ത വലിയ വാഗ്ദാനങ്ങൾ നൽകി, അതല്ലെങ്കിൽ കുറച്ച് കാശുണ്ടാക്കി ആ കാശ് കൊടുത്ത് വോട്ട് വാങ്ങി ആളുകളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കൂടെ നിർത്തി എന്തെങ്കിലുമൊക്കെ വ്യക്തിപരമായി നേടുക എന്നത് നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് യാതൊരുവിധ അജണ്ടയുമല്ല. അത് അജണ്ട ആവൂല എന്നുള്ളത് SDP എന്ന് പറയുന്ന പാർട്ടി ഞങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യും. കാരണം ഞങ്ങളെ സഞ്ചരിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ, SDP സഞ്ചരിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങൾക്ക് ഈ രാജ്യത്ത് വലിയ അജണ്ടയുണ്ട്. അതേ രാജ്യത്തിന്റെ എല്ലാ ബഹുസ്വരതയും മതേതരത്വവും രാജ്യത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള അജണ്ടയാണ്. പലരും SDP-ക്കെതിരെ പ്രസംഗിക്കുമ്പോ ഒരു തരത്തിലുള്ള പ്രതിപക്ഷ ബഹുമാനവും കാണിക്കാതെ വായിൽ തോന്നിയത് മുഴുവൻ പറയും. SDP എന്ന് പറഞ്ഞാൽ തീവ്രവാദം, ഭീകരവാദം, അത് നാട്ടിൽ കുഴപ്പമുണ്ടാക്കാനുള്ള രാഷ്ട്രീയ പാർട്ടികൾ. ഇപ്പോ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് അടിപ്പരണ്ടയിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. അടിപ്പരണ്ടയില് കഴിഞ്ഞ പ്രാവശ്യം SDP തോറ്റത്. അടിപ്പരണ്ട എന്ന പ്രദേശം എന്നൊക്കെ അറിയാം, കേൾക്കാനുള്ള സാധ്യത ഉണ്ട്. നെന്മാറ നിയോജക മണ്ഡലത്തിലെ അങ്ങേയറ്റത്ത് കിടക്കുന്ന നമ്മുടെ ജില്ലയുടെ അതിർത്തിയിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ് അടിപ്പരണ്ട എന്ന് പറയുന്ന പ്രദേശം. SDP-ക്കാരൻ തീർക്കാമെന്ന് തീരുമാനിച്ചിട്ടാണ് അവിടെ ഒരു പ്രബല രാഷ്ട്രീയ പാർട്ടിയുടെ തൊഴിലാളി യൂണിയന് SDP-ക്കെതിരെ ആയുധമെടുത്തു. SDP-യുടെ പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചു, പലർക്കും വെട്ടേറ്റു. ആ നാട്ടിലെ സമാധാനാന്തരീക്ഷം തകർത്തു. ഒരു ചെറിയ ഷെഡ് SDP-ക്കാര് റോഡിന് സൈഡിൽ ടിപ്പു സുൽത്താൻ സ്മാരക വെയിറ്റിംഗ് ഷെഡ് എന്ന് പറഞ്ഞൊരു ഷെഡ് കെട്ടിയതാണ് ആകെ പ്രശ്നം. പക്ഷേ ഒരുപാട് പ്രയാസങ്ങൾ അവിടുത്തെ പ്രവർത്തകർ അനുഭവിച്ചെങ്കിലും അവർ അതിനെ നേരിട്ടത് രാജ്യത്തെ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ കൂടെ നിർത്തിക്കൊണ്ടാണ്. നിങ്ങൾ ആക്രമിച്ചാലും, ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ ഇല്ലാതാകാൻ പോകുന്ന പാർട്ടിയല്ല എന്ന് അവിടെയുള്ള പ്രവർത്തകർ തീരുമാനിച്ചു. അത് പ്രകാരം അവർ മുന്നോട്ട് പോയി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 10 വോട്ടിന് SDP പരാജയപ്പെട്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 10 വോട്ടിന് 7 വോട്ട് അല്ലേ, 7 വോട്ടിന് SDP അടിപ്പരണ്ടയിൽ പരാജയപ്പെട്ടു. അത് നാട്ടുകാർ മനസ്സിലാക്കി SDP-ക്കാർക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ളത്. ഇപ്രാവശ്യം അവിടെ SDP മത്സരിക്കുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും ജനങ്ങൾ, അവിടെയുള്ള 90% ആളുകളും പാർട്ടിയുടെ ഒപ്പം നിൽക്കുന്നുണ്ട്. പാർട്ടിക്കെതിരെ അന്ന് കലാപക്കോടി ഉയർത്തിയിരുന്ന ആളുകൾ പാർട്ടിയുടെ കൂടെ നിന്നു.
പാർട്ടിയെ തകർക്കാൻ വേണ്ടി തീരുമാനിച്ച ആളുകൾ, അവർക്കും തെറ്റിദ്ധാരണ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം ജില്ലാ പ്രസിഡന്റ് കഴിഞ്ഞ ആഴ്ച അവിടെ പോകേണ്ടി വന്ന സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെയുള്ള ഒരു സമുദായ പാർട്ടിയുടെ ആളുകൾ വന്ന് പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നിട്ട് വമ്പൻ പ്രസംഗം. SDPക്കാർ ഇതാ ഈ വാർഡിൽ SDP ജയിച്ച് ആകെ പ്രശ്നവും, ഭീകരവാദം ഉണ്ടാവും, ഇവിടെ പോലീസ് വരും, NIA വരും എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാപകമായ പ്രചരണം അവിടെ നടത്തിയിരിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് അവിടെ പോയിട്ട് SDPയുടെ നയവും നിലപാടും കാര്യങ്ങളും ഒക്കെ വിശദമായി ജനങ്ങളോട് വിശദീകരിച്ചു. ആ വാർഡ് പ്രാവശ്യം SDPക്ക് വരുന്ന ഒരു തർക്കമില്ല. പക്ഷേ ഇങ്ങനെ നുണ പറഞ്ഞ്, ഇല്ലാത്ത കള്ളക്കഥകൾ പറഞ്ഞ്, പാർട്ടിയുടെ ഭരണഘടന ഉയർത്തിയിട്ട് ഒരു പോസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ പാർട്ടിയുടെ ഇന്ത്യയുടെ ഭരണഘടന SDPക്കാർ ഉയർത്തിപ്പിടിച്ചാൽ ഇവിടെ തൊഴിലല്ല. കാരണം ഇന്ത്യയുടെ ഭരണഘടനയിൽ നിങ്ങൾ പിടിക്കേണ്ടത് വേറെ IS-ന്റെയും അതല്ലെങ്കിൽ മതരാഷ്ട്രവാദത്തിന്റെയും ഒക്കെ ആളുകൾ ഉയർത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഗ്രന്ഥങ്ങളൊക്കെയാണ് പിടിക്കേണ്ടതെന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഭരണഘടന പറ്റൂല. പക്ഷെ SDPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നം അതാണ്. നമ്മൾ ഇന്ത്യയുടെ ഭരണഘടന പിടിക്കുന്നു, ഇന്ത്യയുടെ ജനാധിപത്യം അംഗീകരിക്കുന്നു, ഇന്ത്യയുടെ മതനിരപേക്ഷത അംഗീകരിക്കുന്നു, ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നു. ഇന്ത്യയുടെ നിയമ സംവിധാനത്തിന്റെ മുമ്പിൽ, പ്രത്യേകിച്ച് ജുഡീഷ്യറിയുടെ മുമ്പിൽ നമുക്കെതിരെ പറയാൻ ഒന്നുമില്ലാത്ത വിധം നമ്മുടെ രാജ്യത്തെ സംഘപരിവാര ഭരണകൂടവും അവരുടെ ഏജൻസികളും പരാജയപ്പെട്ടിരിക്കുന്നു. കാരണം നമ്മുടെ കാഴ്ചപ്പാട് വളരെ ക്ലിയറാണ്. ഞാനിപ്പോ 3 വർഷക്കാലം ജയിലിലുണ്ടായിരുന്നത് വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലായിരുന്നു, ഹൈ സെക്യൂരിറ്റി പ്രിസണിലായിരുന്നു. അതീവ സുരക്ഷാ ജയിലിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവിടെ കൂടുതലും രാഷ്ട്രീയ തടവുകാരാണ്. മാവോയിസ്റ്റുകളായിട്ടുള്ള ധാരാളം ആളുകൾ അവിടെ ഉണ്ട്. മാവോയിസ്റ്റുകളുടെ ആശയം നമുക്കറിയാം. മാവോ സേതുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും മാവോ സേത്ത് മുന്നോട്ട് വെക്കുന്ന പ്രിൻസിപ്പിൾസ് അനുസരിച്ചുകൊണ്ട് രാജ്യമുണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മാവോയിസ്റ്റുകളുടെ അജണ്ട. അവർ ഈ രാജ്യത്തെ അംഗീകരിക്കുന്നില്ല, രാജ്യത്തിന്റെ ഭരണകൂടത്തെ അംഗീകരിക്കുന്നില്ല, കോടതികളെ പോലും അവർ അംഗീകരിക്കുന്നില്ല. അവർ രാജ്യത്തിനെതിരെ തന്നെ സായുധ സമരം തീരുമാനിച്ച ആളുകളാണ്. അതുപോലെ തന്നെ ആ ജയിലില് നമുക്ക് IS-ന്റെ ആളുകളെ കാണാം. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആഗോളതലത്തിൽ ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് IS. ഈ IS-ന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ കുറെ ആളുകളുണ്ട്. അവര് ഏതെങ്കിലും തരത്തിലുള്ള വലിയ ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് അവിടെ വന്ന് കടക്കുന്നത് എന്ന് അവരുടെ ചാർജ് ഷീറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അവർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തു, ഗൂഗിളില് IS-ന്റെ ഐക്കൺ സെർച്ച് ചെയ്തു, IS-ന്റെ പണ്ഡിതന്മാരുടെ ഏതൊക്കെ പ്രഭാഷണങ്ങൾ കേട്ടു. എന്നതിന്റെ പേരിലാണ് 7, 8, 10 കൊല്ലൊക്കെ അവര് ജയിലിൽ കിടക്കുന്നത്. പക്ഷെ അവരും ഈ രാജ്യത്തെ അംഗീകരിക്കുന്നില്ല, രാജ്യത്തിന്റെ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല, രാജ്യത്തിന്റെ സംവിധാനങ്ങൾ അംഗീകരിക്കുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള എവിടെങ്കിലൊക്കെ പൊട്ടിത്തെറിച്ചാല് പ്രശ്നം തീരുന്നു കരുതുന്ന ആളുകളാണ്. യഥാർത്ഥത്തിൽ ഞങ്ങളെ 10-40 ആളുകളെയും ആ ജയിലിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ഞങ്ങളെ കേസ് അന്വേഷിച്ചത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആയിരുന്നു. ജയിലിലെ ഉദ്യോഗസ്ഥരൊക്കെ ഞങ്ങളൊരു ഭീകരരാക്കിയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. SDPക്കാരാണ് കടന്നു വരുന്നത്. അവരൊക്കെ ഭീകരരാണ്, അവരൊക്കെ രാജ്യദ്രോഹികളാണ്, അവർ UAPA എന്ന് പറയുന്ന ജാമ്യം കിട്ടാത്ത വകുപ്പ് പ്രകാരം കേസ് ചാർജ് ചെയ്യപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് അവരെ ഒരിക്കലും നല്ല രീതിയിൽ ജയിലിലേക്ക് കൈകാര്യം ചെയ്യരുത് എന്നുള്ള പുറത്തുനിന്നുള്ള നിർദ്ദേശപ്രകാരം ജയിലിൽ ഞങ്ങൾ കടന്നു വന്നപ്പോൾ ജയിലിന്റെ ആ അധികൃതർ സ്വാഭാവികമായി ഞങ്ങൾക്കെതിരെ ആദ്യം വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. ഞങ്ങൾ പരസ്പരം തമ്മിൽ കാണാൻ കഴിയാതെ സെല്ലുകളിൽ വേർതിരിച്ചു, ഏകാന്ത തടവിലിട്ടു. ഞാൻ കിടക്കുന്ന ഒരു സെല്ലിന്റെ തൊട്ടടുത്ത സെല്ലില് നമ്മുടെ പാർട്ടിയുടെ നമ്മുടെ നമ്മുടെ ഒപ്പമുള്ള സഹതടവുകാരിടൂല. പരസ്പരം കമ്മ്യൂണിക്കേഷൻ വേണ്ട. അങ്ങനെ നമ്മൾ എന്തോ ഒരു ഭീകരവാദ പ്രവർത്തനം നടത്തി വന്ന ആളുകളാണെന്ന് നമ്മളോട് ആ അർത്ഥത്തിൽ നമ്മളെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞു, 1 വർഷത്തോളമായി അവിടെ മാറി വരുന്ന സൂപ്രണ്ടുമാരും IG-മാരും DIG-മാരും തമ്മിൽ ഞങ്ങൾ സംസാരിച്ചു. ജയിൽ വാർഡന്മാരുമായി സംസാരിച്ചു. നമ്മുടെ പാർട്ടി എന്താണെന്ന് പറഞ്ഞു, നമ്മുടെ നയം എന്താണെന്ന് പറഞ്ഞു, ഇന്ത്യയിൽ SDPI ഉയർത്തുന്ന രാഷ്ട്രീയം എന്താണെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു അവരുമായിട്ട് നിരന്തരം സംസാരിച്ചപ്പോ അവരുടെ സ്വഭാവം മാറി, നമ്മളോടുള്ള നിലപാട് മാറി. പലരും നമ്മുടെ പാർട്ടിയെ കുറിച്ച് കേൾക്കാൻ അവർ സമയം ചെലവഴിച്ചു. നമ്മളോട് വളരെ സൗഹൃദമായി ഒരു ഉദ്യോഗസ്ഥന് ഞങ്ങളുടെ സെല്ലിന്റെ ഭാഗത്ത്, ഞങ്ങളുടെ ബ്ലോക്കിലേക്ക് ഞങ്ങളെ എല്ലാവരെയും
പാർപ്പിച്ചിട്ടുള്ള ബ്ലോക്കിലേക്ക് കടന്നു വന്ന സമയത്ത് ഒരു പ്രമുഖനായ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, നിങ്ങളുടെ ബ്ലോക്കിലേക്ക് വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി വരുന്നത് വരും. അങ്ങനെ SDP എന്ന് പറഞ്ഞ പ്രസ്ഥാനം അങ്ങനെയാണ് വളരുന്നത്. SDP-ക്കെതിരെ ഏത് തരത്തിലുള്ള ഭരണകൂട ഭീകരത ഉണ്ടായാലും, ഏത് തരത്തിലുള്ള മർദ്ദനങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ ഈ രാജ്യത്തിന്റെ സംവിധാനങ്ങളെ വെല്ലുവിളിച്ച് കൊണ്ടല്ല ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. മറിച്ച് ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും ഒക്കെ ഉപയോഗപ്പെടുത്തി ഈ രാജ്യത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളെയും രാജ്യത്തിന്റെ മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് യാഥാർത്ഥ്യബോധത്തോടു കൂടി തന്നെയാണ് SDP പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നും SDP-യുടെ രോമത്തിൽ തൊടാൻ സംഘപരിവാർ ഭരണകൂടത്തിന് കഴിയാത്തത്. കാരണം ഇന്ത്യയിൽ 800ഓളം വാർഡ് മെമ്പർമാർ SDP-ക്കുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ 100 വാർഡ് മെമ്പർമാരുള്ളൂ, 102 മെമ്പർമാരുള്ളൂ. ഇതൊരു ദേശീയ പാർട്ടി ആകാൻ പോകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഇന്ത്യയിലെ വർഗീയവാദികളിൽപ്പെട്ട വർഗീയവാദിയായ മുഖ്യമന്ത്രി ഭരിക്കുന്ന UP-യിലെ SDP-ക്ക് 3 ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് മഹാരാഷ്ട്രയിലുണ്ട്, രാജസ്ഥാനിലുണ്ട്, ഈ നമ്മുടെ അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടുണ്ട്, കർണാടകയിലുണ്ട്. കർണാടകയിൽ മംഗലാപുരം ജില്ലയിൽ മാത്രം 125 വാർഡ് മെമ്പർമാർ SDP-ക്കുണ്ട്. ഒരു ജില്ലയിൽ മാത്രം. ഏതാ മംഗലാപുരം നമുക്കറിയാലോ. ഏത് നിമിഷവും സംഘപരിവാറിന്റെ ഭീഷണി പുറത്തേക്ക് വരാവുന്ന, മുസ്ലിങ്ങൾക്കെതിരെ നേരിട്ട് കലാപം നടത്താൻ സാധ്യതയുള്ള മംഗലാപുരത്തിന്റെ മണ്ണിൽ ആ ജനതയ്ക്ക് സുരക്ഷിതമായി കടന്നുറങ്ങാൻ SDP-യുടെ 102 വാർഡ് മെമ്പർമാരും 6 പഞ്ചായത്തുകളും അവിടെയുണ്ട് SDP-ക്ക്. കാരണം ഞങ്ങളുടെ പ്രവർത്തന മേഖല അതാണ്. നമ്മുടെ നാട്ടിൽ ലീഗുകാരൊക്കെ നേരത്തെ തെറ്റിദ്ധരിച്ചിരുന്നു. അവർ കരുതിയത് അവർക്കെതിരെ ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടി SDP എന്നാണ്. പക്ഷെ മാറി തുടങ്ങിയിട്ടോ. ഞാനിപ്പോ ജയിലിൽ വന്നതിന് ശേഷം ധാരാളം ആളുകളുമായിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിട്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വങ്ങളുമായിട്ടും മതസംഘടനാ നേതൃത്വങ്ങളുമായിട്ടൊക്കെ സംസാരിക്കാനും അവര് എന്നെ നേരിൽ വന്ന് കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരുടെ ഐക്യദാർഢ്യവും അവരുടെ സ്നേഹവും ഒക്കെ നേരത്തെ നമ്മളോട് തീരെ താല്പര്യമില്ലാതിരുന്ന, SDP-നെ നമ്മുടെ പാർട്ടിയെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ തെറ്റിദ്ധാരണയൊക്കെ മാറി. അങ്ങനെ നമുക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം ഇന്ത്യയിൽ പ്രാദേശിക തലം മുതൽ ദേശീയ തലം വരെ SDP എന്ന് പറയുന്ന നവവിപ്ലവ സാമൂഹിക പ്രസ്ഥാനത്തിന് അംഗീകാരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വാർഡ് മെമ്പർമാരെ വിജയിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ SDP എന്ന് പറയുന്ന പാർട്ടിയുടെ, അത് കേവലം ഈ പറയുന്ന പാർട്ടി എന്ന അർത്ഥത്തിൽ ഏതെങ്കിലും തരത്തില് ഒരു രജിസ്റ്റേർഡ് പാർട്ടിയുടെ പ്രത്യേക താല്പര്യം എന്നതിനപ്പുറം ഇന്ത്യയിലെ വളർന്നു വരുന്ന, ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയത്തെ, ഭാവി ഗതിയെ തീരുമാനിക്കാൻ കഴിയുന്ന ഒരു ജനകീയ ശക്തിയായി വളർന്നു വരുന്ന ഒരു പാർട്ടിക്ക് നിങ്ങൾ തരുന്ന കരുത്തായിരിക്കും അത്. ഇവിടെ നിന്ന്, ഈ പ്രദേശത്ത് നിന്ന് ഞാൻ ഉറപ്പു പറയുന്നു, ഷഫീഖിനെ ഈ പാറപ്പുറത്തെ വാർഡിൽ നിന്നും നിങ്ങൾ ജയിപ്പിച്ചാൽ, റജീനയെ ഇവിടെ നിന്ന് ജയിപ്പിച്ചാൽ, അനില അശോകിനെ നിങ്ങൾ ഈ വാർഡിൽ നിന്നും പഴഞ്ചേരി വാർഡിൽ നിന്നും നിങ്ങൾ ജയിപ്പിച്ചാൽ, കാരക്കാട് ബ്ലോക്ക് ഡിവിഷനിൽ നിന്നും സാദിഖ് മമ്മുള്ളിയെ നിങ്ങൾ വിജയിപ്പിച്ചാൽ, യഥാർത്ഥത്തിൽ ഈ നാടിന് മാത്രമല്ല അതിന്റെ ഗുണവും അതിന്റെ വരാൻ പോകുന്ന അതിന്റെ പ്രതിഫലനങ്ങളും ഉണ്ടാവുക ഇന്ത്യ രാജ്യത്ത്, ഇന്ത്യയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ സൗധത്തിന് ഈ നാട്ടിലെ ജനങ്ങൾ ഒരു ഇഷ്ടികക്കല്ല് സംഭാവന ചെയ്തതിന് തുല്യമായിരിക്കും എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. നിങ്ങൾ തരുന്ന കരുത്ത് ചെറുതായിരിക്കില്ല. ഇന്ന് SDP-യെ തൊടാൻ കഴിയാത്തതിന്റെ കാരണം അതാ. കാരണം ജനപ്രതിനിധികളുള്ള പാർട്ടിയെ തൊടാൻ ഒരു ഭരണകൂടത്തിനും കഴിയില്ല. ഇന്ത്യയുടെ ജുഡീഷ്യറി, ഹൈക്കോടതിയാവട്ടെ സുപ്രീം കോടതിയാവട്ടെ, ഇന്ത്യയിലെ ഏതൊരു പാവപ്പെട്ട ജനത്തിനും, അവൻ ഒറ്റപ്പെട്ട വ്യക്തിയാണെങ്കിലും ഒറ്റപ്പെട്ട പാർട്ടിയാണെങ്കിലും, ഇന്ത്യയുടെ ജുഡീഷ്യറിയില് രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ചുകൊണ്ട്
നീതിയുക്തമായി ഇന്ത്യയുടെ ജുഡീഷ്യറി ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന കാലത്തോളം ഇന്ത്യയുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു സാധനം ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് ബേസിക് സ്ട്രക്ചർ, അടിസ്ഥാന ഘടന, അത് ഇന്ത്യയുടെ മതേതരത്വമാണ്, ജനാധിപത്യമാണ്, സോഷ്യലിസമാണ്. ആ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആത്മാവ്, ഇന്ത്യയുടെ ബഹുസ്വരത, ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന അടിസ്ഥാന ശിലയിലാണ് ഇന്ത്യൻ ഭരണഘടന ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ഉൾപ്പെടുന്ന ഇന്ത്യയുടെ ഭരണഘടനാ ശില്പികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഭരണഘടന തകർക്കാൻ, ആ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന തകർക്കാൻ ഒരിക്കലും RSSന് കഴിയുകയില്ല എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടിന്റെ മുകളിലാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നത്. ആ ഭരണഘടന ഇന്ത്യയിൽ നിലനിൽക്കുന്ന കാലത്തോളം ആ സംവിധാനം, നീതിന്യായ സംവിധാനം ഇന്ത്യ രാജ്യത്തെ സംഘപരിവാറിന് വിധേയപ്പെടാതെ ഇന്ത്യയുടെ ഭരണഘടന തത്വങ്ങൾക്കനുസരിച്ചുകൊണ്ട് വിധി പറയുന്ന കാലത്തോളം ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യപരമായി ഈ രാജ്യത്തിന്റെ മുഴുവൻ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ട് പോവുക. മറിച്ചാണ് ഇന്ത്യ രാജ്യത്ത് സംഭവിക്കുന്നതെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയെ ഇല്ലാതാക്കി ഇന്ത്യയിലെ RSS വിഭാവനം ചെയ്യുന്ന RSSന്റെ അജണ്ടയായ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും മറ്റു ന്യൂനപക്ഷങ്ങളെയും ദലിതരെയും ഒക്കെ ഈ രാജ്യത്ത് നിന്ന് ഇല്ലാതാക്കി ഇന്ത്യ രാജ്യം ഒരു ഹിന്ദുത്വ രാജ്യമാക്കാനാണ് ഉദ്ദേശമെങ്കിൽ ആ വിഷയത്തെ നേരിടാനും SDP എങ്ങനെയാണെന്ന് അറിയാം എന്നുകൂടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയുകയാണ്. കാരണം ഞങ്ങള് വളരെ സമാധാനപരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. ഇവിടെ നമ്മൾ മത്സരിക്കുന്ന സമയത്ത് നമുക്കെതിരെ ധാരാളം സ്ഥാനാർത്ഥികളുണ്ട്. അവര് നമ്മുടെ നാട്ടുകാരാണ്, നമ്മുടെ കുടുംബക്കാരാണ്, നമ്മുടെ കാരണവന്മാരാണ്. നമ്മൾ വളരെ ബഹുമാനിക്കുന്ന മഹല്ല് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നമുക്കെതിരെ മത്സരിക്കുന്നുണ്ട്. അവരോടൊക്കെ നമുക്ക് വ്യക്തിപരമായി യാതൊരു പ്രശ്നവുമില്ല എന്ന് മാത്രമല്ല, അവരോടൊക്കെ നമുക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ മത്സര രംഗത്ത് സ്വാഭാവികമായും ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വരും. മത്സര രംഗത്തെ കുറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അവിടെ ഞങ്ങളെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി ഞങ്ങളുടെ എതിരാളികളായ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ നേരിടും. ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ കാരണം എന്ന് പറയുന്നത് SDP മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യമാണ്. അല്ലാതെ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രാദേശികമായിട്ടുള്ള സ്ഥാനാർത്ഥികളല്ല. അവർ ഞങ്ങളുടെ മുമ്പിൽ യാതൊരുവിധ ഞങ്ങളുടെ ശത്രു പട്ടികയിലും പെടാത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെതിരെ ഒരു കുപ്രചാരണവും ഞങ്ങൾ അഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല. പലപ്പോഴും മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചെയ്യുന്നത് പോലെ വ്യക്തിഗത ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പണം കൊടുത്ത് വോട്ട് വാങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ആളുകളെ ഏതെങ്കിലും തരത്തില് കുടുംബപരമായോ തറവാടുപരമായോ സ്വാധീനിച്ച് വോട്ട് ഞങ്ങളുടെ കീശയിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ല. ഞങ്ങൾ പറയുന്നത് ഈ നാട്ടിലെ എല്ലാ വിഭാഗങ്ങളും, ഏത് മതക്കാരനാവട്ടെ, പാവപ്പെട്ടവനാവട്ടെ, പണക്കാരനാവട്ടെ, ഏത് തറവാട്ടുകാരനാവട്ടെ, ഏത് ജാതിയിൽപ്പെട്ട ആളാവട്ടെ, എല്ലാ ആളുകളെയും കേൾക്കാനും എല്ലാ ആളുകളെയും മനസ്സിലാക്കുവാനും അവരുടെ ജീവിത പ്രശ്നങ്ങൾ ഉൾപ്പെടെ അവർ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിലും ഇടപെടാനുമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥികൾ ഇവിടെ മത്സരിക്കുന്നതും ഞങ്ങൾ വിജയിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് എനിക്ക് പറയുവാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട കാരണവന്മാരോട് എനിക്ക് പറയുവാനുള്ളത്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന യുവ സുഹൃത്തുക്കളോട് എനിക്ക് പറയുവാനുള്ളത്, SDP എന്ന് പറയുന്ന ഈ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ ഈ രാജ്യത്തെ, ഈ നാട്ടില്, നമ്മുടെ ഈ പ്രദേശത്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോട് കൂടി വിജയിപ്പിക്കേണ്ടതുണ്ട്. ഷഫീഖ് ഈ പാറപ്പുറം വാർഡിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണല്ലോ. കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ വാർഡ് മെമ്പറായ നഷിജയുടെ കൂടെ, അതുപോലെ തന്നെ നമ്മുടെ നരേന്ദ്ര മുസ്തഫ സാഹിബിന്റെ കൂടെ ഈ നാട്ടിലെ, ഈ പാറപ്പുറം വാർഡിലെ എല്ലാ വീടുകളിലും സ്വാധീനമുള്ള വ്യക്തിയാണ് ഷഫീഖ്. എല്ലാ വീടുകളിലും ഷഫീഖിന് സ്വാധീനമുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ ഷഫീഖിന് കഴിയും.
വാർഡ് മെമ്പറുടെ ഏതെങ്കിലും തരത്തിൽ വാർഡ് മെമ്പറെ കൊണ്ട് ഒരു സഹോദരി എന്ന നിലയ്ക്ക് ചെയ്യാൻ കഴിയാത്ത ധാരാളം കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഷഫീഖ് നടത്തിയിട്ടുണ്ട്. അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യം. അതുപോലെ തന്നെയാണ് നമ്മുടെ കാരക്കാട് വാർഡിലുള്ള ബിന്ദു മുരളി. നമുക്കറിയാം പിന്നെ ആ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ആ സഹോദരി പൊതുപ്രവർത്തന രംഗത്തുള്ളതാണ്. ഏതെങ്കിലും ഒരാൾ നമ്മൾ നിർത്തിയതല്ല. നിലവിൽ ADS ഒക്കെ ആയിട്ടുള്ള മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച് ഈ നാട്ടിലെ ജനങ്ങളുടെ കൂടെ, സ്ത്രീകളുടെ കൂടെയൊക്കെ നന്നായി വർക്ക് ചെയ്ത് ജനങ്ങൾക്ക് മുമ്പിൽ നിലവിൽ പൊതുപ്രവർത്തനത്തിലുള്ള ഒരു സഹോദരിയാണ് നമ്മൾ കാരക്കാട് മത്സരിപ്പിക്കുന്നത്. കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി, അത്രയും ആ സ്ഥാനാർത്ഥിയോട് കിടപിടിക്കുന്ന ഒരു സ്ഥാനാർത്ഥി കാരക്കാട് വാർഡിൽ വേറെ ഉണ്ടോ നിങ്ങൾ പരിശോധിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ പിന്നെ റെജീനയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പൊ അനിൽ അശോകൻ ഇവിടെ മത്സരിക്കുകയാണ്. ഞാൻ മുഹമ്മദ് ഖാ കഴിഞ്ഞ പ്രാവശ്യം മുഹമ്മദ് ഖാക്ക് ചില ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു, ജയിക്കുമെന്നുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ധാരാളം അവിടെ നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ ജനങ്ങളോട് നമ്മുടെ പാർട്ടിയുടെ കാര്യങ്ങളും പിന്നെ നമ്മുടെ വികസന പ്രവർത്തനങ്ങളും ഒക്കെ വരാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞു നിൽക്കാനുള്ള പ്രയാസം സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു. പക്ഷേ മുഹമ്മദ് ഖാനെ ഇപ്പൊ കാണുമ്പോൾ മുഹമ്മദ് ഖാ ചിരിക്കുകയാണ്. കാരണം എന്താണ്? കാരണം തികഞ്ഞ പ്രതീക്ഷ അവിടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പഴഞ്ചേരി വാർഡില് ഇപ്രാവശ്യം SDPI അക്കൗണ്ട് തുറക്കാൻ പോവാണ്. വമ്പിച്ച പുരുഷത്തോടെ അവിടെ ജയിക്കും. നമ്മുടെ യൂസുഫ് കുട്ടി പിന്നെ കട്ടൊക്കെ ഉണ്ട്, അതുപോലെ ജലീലൊക്കെ കട്ടൊക്കെ കൂടെ പിന്നെ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ കൂടെ. അന്നൊരു വീഡിയോ കണ്ട സമയത്ത് ഞാനത് ഫേസ്ബുക്കിൽ ഉടനെ പോസ്റ്റ് ചെയ്തു. വളരെ ആവേശത്തോടു കൂടി ജനങ്ങളിലേക്ക് ഇറങ്ങാൻ നമുക്ക് സാധിച്ചതിന്റെ കാരണം നമ്മുടെ ഈ റജീന ഉൾപ്പെടെ, അസീന ടീച്ചർ ഉൾപ്പെടെ, രക്ഷിച്ച ഉൾപ്പെടെയുള്ള നമ്മുടെ വാർഡ് മെമ്പർമാരാണ്. അവരെ മറക്കാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ നിലയിൽ നമ്മുടെ ഓങ്ങല്ലൂർ പഞ്ചായത്ത് SDPIയുടെ ഭരണസമിതി വരുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കും. അത് നമുക്ക് സാധിക്കുക ഒരു പ്രശ്നമല്ല. നമുക്ക് തോന്നും നമുക്ക് പിന്നെ ഓങ്ങല്ലൂർ പിന്നെ വാർഡ് കിട്ടുമോ എന്നുള്ള പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. പക്ഷെ ജനങ്ങൾ നമ്മളെ കൂടെ നിന്നു. 3 വാർഡിൽ നമ്മൾ പിന്നെ ജയിച്ചു. 2-3 വാർഡിൽ കുറഞ്ഞ വോട്ടിനെ പരാജയപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വളരെ നേരത്തെ തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയം കവർന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ കേരളത്തിൽ നമുക്ക് ഇപ്രാവശ്യം നിലവിൽ നമുക്ക് പഞ്ചായത്തുകളൊന്നും കേരളത്തിലില്ല. 102 വാർഡ് മെമ്പർമാർ നമുക്കുണ്ട്. പല പഞ്ചായത്തിലും അടിസ്ഥാന പിന്നെ ഘടകമാണ് നമ്മുടെ പാർട്ടി എന്ന കാര്യത്തിലും നമുക്ക് തർപ്പല. ഓങ്ങല്ലൂർ പഞ്ചായത്തിലും ഒരു ബില്ല് പാസ്സാവണമെങ്കിൽ SDPIയുടെ വാർഡ് മെമ്പർമാർ ഒപ്പിടണം. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ ഒരു ബില്ല് പാസ്സാവണമെങ്കിൽ SDPIയുടെ വാർഡ് മെമ്പർ സഹായം ആവശ്യമാണ്. വല്ലപ്പുഴ പഞ്ചായത്തിലെ ഒരു ബില്ല് പാസ്സാകണമെങ്കിൽ വല്ലപ്പുഴ പഞ്ചായത്തിലെ നമ്മുടെ വാർഡ് മെമ്പറായിട്ടുള്ള റഷീദിന്റെ പിന്തുണ അവിടെ ആവശ്യമാണ്. അപ്പോ നമ്മളെ ഒരു വാർഡ് മെമ്പർ ആണെങ്കിൽ പോലും ഈ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ആ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഉപകാരമുണ്ടാക്കുന്ന സമീപനം സ്വീകരിക്കാൻ, തീരുമാനമെടുക്കാൻ നമ്മുടെ മെമ്പർമാർക്ക് ആവുന്നുണ്ട്. പക്ഷെ ഇപ്രാവശ്യം കുറച്ചുകൂടി ചിത്രം മാറാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മള് പിന്നെ കേരളത്തിൽ ആകെ 7 സീറ്റ് മാത്രം നമുക്ക് ഉണ്ടായിരുന്നു 2010. അത് 47 സീറ്റായിട്ട് മാറി. കഴിഞ്ഞ പ്രാവശ്യം 102 ഇപ്രാവശ്യം നമുക്ക് കുറച്ച് പഞ്ചായത്തുകളും കുറച്ച് ബ്ലോക്കുകളും നമ്മുടെ പാർട്ടി വിജയിക്കാൻ പോവുകയാണ് ഇപ്രാവശ്യം. ഇതിനർത്ഥമൊന്നുമില്ല. അത് പിന്നെ കാസർഗോഡ് കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു ബ്ലോക്ക് ഡിവിഷൻ കിട്ടിയിട്ടുണ്ട്. അവിടെ മഞ്ചേശ്വരം പഞ്ചായത്ത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് SDPI വിജയിപ്പിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ കണ്ണൂരിലെ മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം 2 വാർഡ് മെമ്പറിന്റെ കുറവിലാണ് ആ പഞ്ചായത്ത് ഭരണസമിതി നമുക്ക് നഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഞാൻ പോയിരുന്നു. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയുടെ ഒരു കൺവെൻഷനിൽ പങ്കെടുക്കാൻ എനിക്ക് പിന്നെ അവസരമുണ്ടായിരുന്നു. ആ മുനിസിപ്പാലിറ്റി പ്രാവശ്യം SDPI ഭരിക്കും എന്ന് ആ നാട്ടിലെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ധാരാളം ബ്ലോക്ക് ഡിവിഷനുകൾ. ഇപ്പോൾ നമുക്കറിയാം പാലക്കാട് ജില്ലയിൽ നമുക്ക് ബ്ലോക്ക് ഡിവിഷൻ ഇല്ല. ആദ്യമായി പാലക്കാട് ജില്ലയിൽ നിന്ന് ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥിയായി വിജയിക്കുന്നത് സാധിക്കും അമ്മൂലേക്ക്. അങ്ങനെ വലിയൊരു മുന്നേറ്റം നമുക്കുണ്ടാകും. ഈ ഓങ്ങല്ലൂർ പഞ്ചായത്തിന്റെ ഭരണസമിതിയും SDPI കൈകാര്യം ചെയ്യുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവും വേണ്ട. അത് കേവലം ആവേശത്തോടുകൂടി വൈകാരികതയോടുകൂടി നമ്മൾ പറയുന്നതല്ല. ഞങ്ങൾക്കറിയാം ഈ നാട്ടിലെ ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾ ഇങ്ങനെ ഒരു എക്സൽ ഷീറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളെ പിന്നെ കൃത്യമായി ആളുകൾ നമുക്ക് നൽകുന്ന പിന്തുണ അത് രഹസ്യമായും
പരസ്യമായും നമ്മളോടുള്ള സ്നേഹവും അനുകമ്പയും ഒക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. അത് കേവലം രാഷ്ട്രീയമല്ല, നമ്മുടെ പാർട്ടി എന്ന അർത്ഥത്തിൽ SDP മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിനുള്ള പിന്തുണയും കൂടിയാണ്. അത് പൂർണ്ണമായും പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ഡിസംബർ 11-ാം തീയതി നടക്കാൻ പോകുന്നത് എന്ന് ഞാൻ ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾ, എൻ്റെ അനിയന്മാർ, എൻ്റെ കാരണവന്മാർ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, ഇപ്രാവശ്യം SDP-യുടെ സ്ഥാനാർത്ഥികളെ ഷഫീഖിനെ, അനില അശോകനെ, റജീനയെ, ബിന്ദു മുരളിയെ, അതുപോലെ തന്നെ കബീറിനെ, നമ്മുടെ ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന സാദിഖിനെ കണ്ണട അടയാളത്തിൽ നിങ്ങൾ വോട്ട് ചെയ്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ച് ഇന്ത്യയിൽ നമ്മൾ ഉയർത്തുന്ന ഒരു ജനാധിപത്യ സൗധത്തിന്, സംഘപരിവാർ ഭീകരതക്കെതിരെയുള്ള ജനാധിപത്യ കൂട്ടായ്മക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കയ്യൊപ്പ് ചാർത്തണമെന്ന് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് SDP. അടുത്തത് നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി ജില്ലാ പ്രസിഡന്റ് ഷഹീർ താലിപ്പുറത്തെ ക്ഷണിക്കുന്നു.